നിലവിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ അബ്രോഡും സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം. അതിൻ്റെ സ്കോപ്പ്, ഫ്യൂച്ചർ സ്കോപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി കൂടുതൽ വരുന്നത് വിദേശ രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയിലും ഒരുപോലെ വേക്കൻസീസ് ഉണ്ട്. വിദേശത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ മേഖല വളരെയധികം ബൂമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാവൽ പല രാജ്യങ്ങളും എന്താണ് വിസ വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മലേഷ്യ പോലെ രാജ്യങ്ങളൊക്കെ വിസ ഇല്ലാതെ തന്നെ നമുക്ക് ധാരാളം ട്രാവലേഴ്സിനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷനായിട്ട് നമ്മൾ പോകാറുള്ളത് ദുബൈയിലാണ്. അപ്പോൾ ദുബൈയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ പുതിയ എയർപോർട്ടിൽ അവരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പം നല്ല സാലറി സ്കെയിലും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ദുബായ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, പിന്നെ നമുക്ക് നെക്സ്റ്റ് സൗദി അറേബ്യ എന്ന് പറയുന്നത് 2030 അവിടുത്തെ ഫേസ് ലിഫ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഒരു വലിയ മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ടൂറിസമാണ്. അവിടെയും ദുബായ് പോലെ തന്നെ ടൂറിസത്തിൻ്റെ വലിയൊരു വിപ്ലവം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാദിൽ തന്നെ റിയാദ് എയർലൈൻസ് മുതൽ റിയാദ് എയർപോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റിയാദിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോബ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു മാറ്റമാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഖത്തറിലും മറ്റ് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഏവിയേഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ധാരാളം എയർപോർട്ടുകളും ഇതുപോലെ തന്നെ ടൂറിസം മേഖലയും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ജോബ് താഴോട്ട് പോകുന്നുള്ളത് ഇതിനനുസരിച്ച് വളരുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ കണക്ക് കൂട്ടൽ അനുസരിച്ച് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ് വരുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്കാണ്. ധാരാളം എയർലൈൻസുകളും എയർപോർട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞ ആപ്പ് വഴി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു സെക്കൻഡിൽ എത്ര വിമാനങ്ങൾ പറക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏവിയേഷൻ ഇൻഡസ്ട്രി ഫ്യൂച്ചറിൽ ഒരിക്കലും താഴോട്ട് പോകുന്നൊരു മേഖലയല്ല, ഇനി അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നൊരു മേഖല തന്നെയാണ്.